വേദപുസ്തകത്തെക്കുറിച്ച് എബ്രാഹിം പറഞ്ഞു, ഞാൻ വളരെ സന്തോഷത്തോടെ ബൈബിൾ വായിക്കുന്നു. ബൈബിൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. നിങ്ങൾ വേദപുസ്തകത്തിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുന്ന നല്ല മനുഷ്യനായിത്തീരുന്നു. ജോൺ ബെനിയൻ പറഞ്ഞു, വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നു, നിങ്ങൾക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നു. മാർട്ടിൻ ലൂഥർ പറഞ്ഞു, തിരുവചനം ഒരു മനോഹരമായ പുൽ മൈതാനമാകും പോലെ ശീതളഛായയിൽ കുളിർമ തരുന്ന ആത്മീയ അനുഭൂതിയാണ് എന്ന്. ബൈബിൾ എന്നും ജീവിക്കുന്നു. അത് എന്നോട് സംസാരിക്കുന്നു. അതിന് കാലുകളുണ്ട്, എൻ്റെ പിന്നാലെ പാഞ്ഞു വരുന്നു. കൈകളുണ്ട്, എപ്പോഴും എന്നെ പിടിച്ച് ഉറപ്പിച്ച് നിർത്തുന്നു. ഡോക്ടർ ബില്ലി ഗ്രഹാം പറഞ്ഞു, ദ ബൈബിൾ ഈസ് അവർ വൺ ഷുവർ ഗൈഡ് ഇൻ എൻ അൺഷുവർ വേൾഡ്. ഒട്ടും തീർച്ചയില്ലാത്ത ലോകത്ത് തീർച്ചയുള്ള ഒരു ഗൈഡായിട്ട്, വഴികാട്ടിയായിട്ട് തിരുവചനം നമുക്ക് പ്രയോജനപ്പെടുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തകം നിരന്തരം വായിക്കുകയും ബൈബിളിലെ വാഗ്ദത്തങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അനുഗ്രഹീതമായ അനുഭവമാണ് ബൈബിളിലെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പതറിപ്പോകുമ്പോൾ, പരിഭ്രാന്തരായി തീരുമ്പോൾ, വഴിമുട്ടിപ്പോകുമ്പോൾ, നിരാശയിൽ ആണ്ടുപോകുമ്പോൾ ബൈബിൾ എടുക്കുക, വായിക്കുക, സമാധാനം പ്രാപിക്കുക. അങ്ങനെ വിശുദ്ധ വചനത്തോട് ചേർന്നുള്ള ജീവിതം നയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.